നമസ്കാരം. നമ്മുടെ പറമ്പിലും വഴിയോരങ്ങളിലും സാധാരണയായി കാണുന്ന എന്നാൽ വലിയ ഔഷധ ഗുണങ്ങളുള്ള ഒരു അത്ഭുത സസ്യമാണ് മുയൽ ചെവിയൻ. പേര് പോലെ തന്നെ മുയലിന്റെ ചെവിയുമായി ഇതിന് സാമ്യമുണ്ട്. ഇതിന്റെ ഇലകൾക്ക് മുയലിന്റെ ചെവിയുടെ ആകൃതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത്. പലർക്കും ഇതൊരു കളയായി തോന്നാം, പക്ഷേ നമ്മുടെ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. പണ്ടുകാലം മുതൽക്കേ മുതിർന്നവർ പല രോഗങ്ങൾക്കും ഇതൊരു മരുന്നായി ഉപയോഗിച്ചിരുന്നു. മുയൽ ചെവിയന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വീക്കവും നീർക്കെട്ടും കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളുണ്ട്. ശരീരത്തിൽ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ ഇതിന്റെ ഇല അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. ചെറിയ മുറിവുകൾ, ചതവുകൾ, ഉളുക്ക് എന്നിവയ്ക്ക് മുയൽ ചെവിയൻ നല്ലൊരു മരുന്നാണ്. ഇതിന്റെ ഇല ചതച്ച് നീരെടുത്ത് പുരട്ടുന്നത് മുറിവ് പെട്ടെന്നുണങ്ങാൻ സഹായിക്കും. ചൊറിച്ചിൽ, അലർജി, തേമൽ തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്ക് മുയൽ ചെവിയൻ ഫലപ്രദമാണ്. ഇതിന്റെ ഇല അരച്ച് തേനും ചേർത്ത് പുരട്ടുന്നത് നല്ല ഫലം നൽകും. ഇത് കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. തിമിരം പോലുള്ള രോഗങ്ങൾക്ക് ഇതിന്റെ ഇല അരച്ച് കണ്ണിലൊഴിക്കുന്ന ഒരു ചികിത്സാ രീതി പണ്ട് നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇത് നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ചുമ, ആസ്മ, ശ്വാസം മുട്ട് തുടങ്ങിയ രോഗങ്ങൾക്ക് ഇതിന്റെ നീരെടുത്ത് തേനും ചേർത്ത് കഴിക്കാറുണ്ട്. ഇത് ശ്വാസം മുട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് പനി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ നീര് കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. നീർക്കെട്ടിനും മുറിവുകൾക്കും മുയൽ ചെവിയന്റെ പുതിയ ഇലകൾ പറിച്ചെടുത്ത് നന്നായി കഴുകുക. അതിനുശേഷം ഇത് ചതച്ച് നീരെടുത്ത് ഈ നീര് വേദനയുള്ള ഭാഗത്തോ മുറിവിലോ പുരട്ടാം. ഇതിന്റെ ഇല അരച്ച് അരക്കെട്ടിൽ പുരട്ടുന്നത് വൃക്കരോഗം മൂലമുള്ള നീർക്കെട്ടിന് ആശ്വാസം നൽകും. ചുമയ്ക്ക് ഇതിന്റെ ഇല ചതച്ച് നീരെടുത്ത് തുല്യ അളവിൽ തേൻ ചേർത്ത് കഴിക്കാം. കുട്ടികൾക്ക് ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം നൽകുക. അലർജിക്ക് ഇതിന്റെ ഇല അരച്ച നീര് ശരീരത്തിൽ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടുക. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണയും ചേർക്കാം. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.